സഹൃദയരെ, പ്രശാന്ത സുന്ദരമായ ഈ ഭൂമിയിലെ കൊച്ചു ജീവിതം മധുരമായി ജീവിച്ചു തീർക്കാൻ മറന്നുപോകുന്ന ചില മനുഷ്യർ. നശ്വരമായ ഈ ലോകത്തിൽ ജീവിതമെന്ന മൂന്നക്ഷരം ക്ഷണികമാണ്. പേരിനും പ്രശസ്തിക്കും ആഡംബര സുഖങ്ങൾക്കും വേണ്ടി സമ്പത്തിന്റെ മോഹവലയത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു തിരിച്ചറിവ്. കൊട്ടാരം പോലുള്ള ഈ വീട് വൃത്തിയാക്കി മനുഷ്യന്റെ നടുവ് വയ്യ. അയ്യോ, ഒന്നിരിക്കട്ടെ. ശരി വെച്ചു. പേപ്പർ കിടക്കുന്ന കണ്ടില്ലേ നീ? കണ്ണും കാണാൻ മേലെ. ശരി വെച്ചു. കൊച്ചമ്മേ, ആരോ രണ്ടുപേരും വരുന്നുണ്ടല്ലോ. അല്ല, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നേ? എടാ ജോണിക്കുട്ടി, ലിസി, നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയോ? കുട്ടപ്പായി, ഇവർക്ക് ചായ എടുക്ക്. ശരി വെച്ചു. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വഴിയൊന്നും മറന്നു പോയിട്ടല്ല. ചേച്ചിക്കറിയാലോ, അപ്പച്ചനും അമ്മച്ചിക്കും തീരെ സുഖമില്ല. പിന്നെ മക്കളുടെ പഠന കാര്യങ്ങളും ജോണിച്ചേട്ടന്റെ ജോലി തിരക്കും കഷ്ടപ്പാടും ഒക്കെ ചേച്ചിക്കറിയില്ലേ. ഒട്ടും സമയമില്ല വരാനും, തിരക്കായതുകൊണ്ടാണ്. ചേച്ചി, നിങ്ങളെയൊക്കെ കാണാൻ സമയമില്ലായിട്ടൊന്നുമില്ല, എൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ട്. ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്നിവിടെ എത്തിയത്. നമ്മുടെ റിയാമുള്ളിലെ അവർക്ക് UK പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ചേച്ചിക്കറിയാല്ല എൻ്റെ ആ സ്ഥിതി. UK പഠിക്കണമെങ്കിൽ ഒത്തിരി പൈസ ചിലവാണ്. ചേച്ചി, അളിയനോട് പറഞ്ഞ് എന്നെ സഹായിക്കാമോ? കൊച്ചമ്മേ, ചായ. നിങ്ങൾ ചായ കുടിക്കും. വേറൊരു മാർഗമില്ലാത്ത കൊണ്ടാണ് ചേച്ചി ഞാൻ എത്തിയത്. ചേച്ചി എങ്ങനെയെങ്കിലും അളിയനോട് പറഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കണം. എടാ ജോണിക്കുട്ടി, നിനക്കറിയാമല്ലോ ഇച്ചായനെ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എന്താ പ്രത്യേകിച്ച് വല്ല വിശേഷമുണ്ടോ? പതിവില്ലാതുള്ള ഈ വരവ്. അളിയ, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. നമ്മുടെ റിയാമോൾ, അവൾക്ക് UK ഒരു അഡ്മിഷൻ കിട്ടി. അളിയനെ അറിയാനുള്ള എൻ്റെ അവസ്ഥ. അളിയൻ എന്നെ ഒന്ന് സഹായിക്കണം. എടാ ജോണിക്കുട്ടി, മോളെ UK പഠിപ്പിക്കാൻ വിടുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് മറ്റുള്ളവരുടെ സഹായം മേടിച്ചല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ല. ചേച്ചി, സാരമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾ വേറെ ഏതെങ്കിലും വഴി നോക്കിക്കോ. ജോണിച്ചേട്ടാ,
അപ്പൊ നമുക്ക് പോകാം. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എന്താ അച്ഛനും സിസ്റ്ററും ഈ വഴിക്ക്? അച്ഛനൊന്ന് കാണാൻ വന്നതാ. ഞങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടായിരുന്നു, അതാ അച്ഛനെയും കൂട്ടി വന്നത്. എന്താ ഇത്ര അത്യാവശ്യം? ഇവിടെ മഠത്തിന്റെയും സ്കൂളിന്റെയും സമീപത്ത് ഒരു പുതിയൊരു ബാർ തുടങ്ങിയിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് ശല്യമായിരിക്കുകയാണ്. ആ കാര്യം ഞാനും അറിഞ്ഞു. കുട്ടികളും സ്ത്രീകളും നടക്കുന്ന വഴിയല്ലേ സാറേ, ഇന്നലെയും കൂടെ പാരന്റ്സിന്റെ കംപ്ലൈന്റ് വന്നുള്ളൂ. അച്ഛൻ എങ്ങനെ പള്ളിക്കാരും രാഷ്ട്രീയവും ഒന്നിച്ചു കാണരുത്. പള്ളിയിൽ ഞാൻ അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കാം, പക്ഷേ സമൂഹത്തിൽ ഈ അവറാച്ചൻ അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത്. ഉള്ള കാര്യം പറയാം, ആ ബാർ നടത്തുന്നതിൽ എനിക്കും ഒരു പങ്കുണ്ട്. ഇനി അത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഞാൻ കൂടി ഒന്ന് വിചാരിക്കണം. അച്ഛാ, പണവും സ്വാധീനവും ഉപയോഗിച്ച് എല്ലാം ചെയ്യാമെന്ന് കരുതരുത്. കാലം കണക്ക് പറയും. ദൈവം നീതി നടപ്പാക്കുമെന്ന് മറക്കണ്ട. ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തിനാ ചായ ഇങ്ങനെ ദൈവകോപവും നാട്ടുകാരുടെ മുഴുവൻ ശാപവും വലിച്ച് തലേ കയറ്റി വെക്കുന്നത്? എന്റെ കർത്താവേ, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ശരി അന്നമ്മേ, അവറച്ചനെ പഠിപ്പിക്കാൻ എന്നെ കത്തനാർ ആരാ? ലാഭമില്ലാത്ത ഒരു കച്ചവടത്തിനും ഈ പുലിക്കാട്ടിൽ അവറാച്ചൻ കളിക്കാറില്ല. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ജയ, അനുജനും അനിയത്തിയും വളരെ പ്രതീക്ഷയോടെയാണ് വന്നത്. നമ്മളെ സഹായിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് ഒത്തിരി വിഷമമായി. അച്ഛൻ എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തുകൂടെ? എടി, നിനക്കും നിന്റെ മക്കൾക്കും ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? പിന്നെ നീ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? എന്റെ ബിസിനസ്സും മകനെ പഠിപ്പിച്ച് വക്കീലാക്കിയതും മകളെ ഡോക്ടറാക്കിയതും ഈ പുലിക്കാട്ടിൽ അവറച്ചൻ ആരുടെയും ഔദാര്യം പറ്റിയിട്ടല്ല. ദൈവത്തെ മറന്നൊന്നും പറയരുത് ഇച്ചായ. നിർത്തടി. നിന്റെ ഒരു ദൈവം ദാരിദ്ര്യവും പട്ടിണിയും മൂലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ അവറാച്ചന്. അന്നൊന്നും ഞാൻ ദൈവത്തെ കണ്ടില്ല. ഇന്ന് എന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന കത്തനാരും കന്യാസ്ത്രീയും. എന്തിനാ നിന്റെ പുന്നാരാങ്ങളെ ജോണിക്കുട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ദൈവദോഷം പറയല്ലേ ഇച്ചായ. ഈ സമ്പാദ്യം മുഴുവൻ നഷ്ടമാകുന്ന ഒരു സമയം വരും. ഹലോ. മമ്മി, ആ ശരി. എനിക്കിന്ന് നേരത്തെ പോകണം. അർജന്റായി ഒരു സർജറി. ആ അന്നമ്മേ, മക്കളല്ലേ? ജോസ്മോൻ അർജന്റായിട്ട് വെളിയിലേക്ക് പോയിരിക്കുന്നു. തിരിച്ചുമോളെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാകുന്നു. ആ ജിൻസി മോളെ, നീ ഇന്നെന്താ നേരത്തെ ജോലിക്ക് പോകുന്നത്? അർജന്റായി ഒരു സർജറി ഉണ്ട്, നേരത്തെ പോകണം. ജയ, ജിൻസിമോൾക്ക് നല്ല കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയായി. പിന്നെന്താ? പിന്നെ എനിക്ക് വേണ്ട ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. പപ്പയും മമ്മിയും ടെൻഷൻ എടുക്കണ്ട. സമയമുണ്ടല്ലോ അതിനൊക്കെ. അയ്യോ സമയം, ഞാൻ പോവാ. നിങ്ങൾ ഇവിടെ കല്യാണക്കാരെ ആലോചിച്ചോണ്ടിരിക്കും. ബൈ പപ്പ. ബൈ. ബൈ മമ്മി. ഇച്ചായ, മോള് പറഞ്ഞ ഒന്നും കാര്യമാക്കണ്ട. നമുക്ക് നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കണം. എടി അന്നമ്മേ, ആ, നമ്മുടെ മോൾക്ക് വേണ്ടി അവറാച്ചൻ നല്ല ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. ആഹാ, എന്റെ ഉറ്റ സുഹൃത്ത് ജോസഫിനെ നിനക്കറിയാമല്ലോ. ആഹാ. അവന്റെ മോൻ ഡോക്ടർ ജോജി. ആ. ആ, പള്ളിയുടെ മുൻവശത്തുള്ള ബംഗ്ലാവ് എസ്റ്റേറ്റുള്ള ജോസഫാണോ? ആ ജോസഫിന്റെ മോൻ ജോജിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആഹാ. അവൻ നല്ല പയ്യനാണ്. നമ്മുടെ മോൾക്ക് നന്നായി ചേരും. പിന്നെ രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ, ആഹാ. ജോലിയും ഒരു സ്ഥലം, എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. പക്ഷേ ഇച്ചായ, രണ്ടുപേരുടെ ഇഷ്ടം കൂടി ഒന്ന് നോക്കണ്ടേ? ഏതായാലും ഞാനും ജോസഫും കൂടി ഈ കല്യാണം ഒന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ചായ, മോളുടെ ഇഷ്ടം ചോദിക്കാതെയാണോ ഉറപ്പിക്കുന്നത്? അത് നീ മോളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആണുങ്ങൾ നോക്കിക്കൊള്ളാം. ആ, ചായന്റെ ഇഷ്ടം പോലെ.
വെറും ഒരു ഡോക്ടറായി ജോലി ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല ലക്ഷങ്ങൾ മുടക്കി അവളെ ഞാൻ ഡോക്ടറാക്കി. ഒരു MD ഡോക്ടറെ കൊണ്ട് അവളെ കെട്ടിക്കണം. പിന്നെ സ്വന്തമായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ ടൗണിൽ തന്നെ പണിയണം. അപ്പോൾ ഈ അവറാച്ചന്റെ കണക്കൂട്ടലുകൾ ശരിയാവും. എന്താ നിന്റെ അഭിപ്രായം? നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ ഞാൻ എന്ത് പറയാനാ? ആ, നമ്മുടെ വക്കീൽ കൊണ്ട് വന്നല്ലോ. പപ്പയും മമ്മിയും നല്ല തിരക്ക് പിടിച്ച ചർച്ചയിലാണല്ലോ. നമ്മുടെ ജിൻസി മോൾക്ക് ഒരു കല്യാണക്കാരെ ആലോചിക്കുക. ആ ജോസ് മോനെ, നമ്മുടെ കമ്പനിയുടെ കേസ് നീ ഫയൽ ചെയ്തോ? എവിടം വരെ ആയടാ കാര്യങ്ങളൊക്കെ? ഇല്ല പപ്പ, സമയം കിട്ടിയില്ല. വേറെ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. നിനക്ക് ഈ അവറാച്ചന്റെ കേസ് വാദിക്കാൻ സമയമില്ല അല്ലേ? പപ്പ, ഇഷ്ടമില്ലാച്ചിട്ടും ഞാൻ ഈ വക്കീൽ കുപ്പായം അണിഞ്ഞത് എന്തിനാണെന്ന് പപ്പയ്ക്ക് അറിയോ? അനീതിക്കെതിരെ ശബ്ദിക്കാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ. തെരുവീതികളിൽ അലഞ്ഞു തിരിയുന്ന കുരുന്നു ബാല്യങ്ങളെ പപ്പ കാണാറില്ലേ? ആരുടെയൊക്കെയോ ധനമോഹം കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയ ഹതഭാഗ്യനാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും പണത്തിന് വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന കാപാലികരുടെ നാടാണ് നമ്മുടെ. സരസ്വതി ദേവി വിളയാടിയിരുന്ന നമ്മുടെ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഇന്നും മദ്യവും മയക്കുമരുന്നും അഴിഞ്ഞാടുകയാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ഈ ജീവിതവും ഈ പ്രൊഫഷനും അവർക്ക് വേണ്ടിയായിരിക്കും അനീതിക്കെതിരെ ശബ്ദിക്കാൻ. അനീതിക്കെതിരെയുള്ള ഈ പോരാട്ടത്തില് പപ്പയ്ക്ക് എൻ്റെ കൂടെ നിന്നൂടെ? നിന്റെ ഒരു അഹങ്കാരം കൂടുതലൊന്നും പറയണ്ട. ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച് നിന്നെ വക്കീലാക്കിയത് എന്റെ ബിസിനസിനും ഈ പുലിക്കാട്ടിൽ അവറാച്ചനും ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയാണ്. സത്യത്തിനും നീതിക്കും എതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല. ഈ പേരും പണവും പ്രശസ്തിയും ഒക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. ദൈവത്തെ മറന്നൊന്നും പറയരുതേ. മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്. ചായനൊന്ന് സമാധാനായിട്ടിരിക്കുക. അവറാച്ചന്റെ ചില കണക്കൂട്ടലുകൾക്ക് വേണ്ടിയാണ് മകനെ വക്കീലാക്കിയതും മകനെ ഡോക്ടറാക്കിയതും. 100 ഇരട്ടി തിരിച്ചു കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ നിന്റെ ദൈവവിശ്വാസം. ഈ അവറാച്ചന്റെ ഒരു കണക്കൂട്ടലുകളും ഇതുവരെ തെറ്റിയിട്ടില്ല. ദൈവം എന്നുള്ളത് വെറും സാങ്കല്പികം മാത്രം. എടി അന്നമ്മേ, നിനക്കറിയാമല്ലോ ഈ പേരും പ്രശസ്തിയും സമ്പാദ്യവുമെല്ലാം ഞാൻ സ്വന്തമായി നേടിയെടുത്തതാണ്. ഇച്ചായനോട് തർക്കിക്കാനും ഇച്ചായനെ പഠിപ്പിക്കാനും ഒന്നും ഞാൻ ആളല്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, സമയം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. നീ എന്റെ ബാഗ് കൊണ്ട് എടുത്തോണ്ട് വന്നു. എവിടെയായിരുന്നു ചോജി നീ ഇത്ര സമയം? വെയിറ്റ് ചെയ്ത് ഞാൻ മടുത്തു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോയി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ അനിൽ വന്ന് ഹെൽപ്പ് ചെയ്തു. താങ്ക് ഗോഡ്. അല്ല, നീ എന്തിനാ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു? അത് നമ്മുടെ കല്യാണക്കാര്യം അടുത്ത മാസം ഉറപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു. അതിനെന്താടാ, നമ്മൾ രണ്ടാളും സന്തോഷത്തോടെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാ. പിന്നെ എന്തിനാ നിനക്കൊരു വിഷമം പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയടാ, നമുക്ക് പരിഹാരമുണ്ടാകും. ചോജി, നമ്മൾ തമ്മിൽ സൗഹൃദത്തിലായിട്ട് ഇത്ര വർഷങ്ങളായി. പക്ഷെ ഇപ്പോൾ വീട്ടുകാരെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയി ഒന്ന് ചിന്തിച്ചു. ഓക്കെ, അതിനിപ്പം നിനക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് എന്നോട് എന്തോ തുറന്ന് സംസാരിക്കാമല്ലോ. എന്നെ ഇത്ര മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഈ ലോകത്തിൽ നീ അല്ലാതെ മറ്റാരാണുള്ളത്? അതൊന്നും അല്ല ചോജി എന്റെ പ്രശ്നം. നീ എന്തൊക്കെയോ ഇതിൽ നിന്നും മറച്ചു വെക്കുന്നു. ചോജി, നീ ഓർക്കുന്നുണ്ടോ കുറച്ചു നാൾക്ക് മുൻപ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ രോഗിയായിരുന്ന സിസ്റ്റർ വിദ്യയുടെ കാര്യം? എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, എല്ലാവരെയും ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഞാൻ അവരിൽ കണ്ടു.
നിനക്കറിയാവോ സിസ്റ്ററിന് എങ്ങനെയാണ് ഈ മാറാരോഗം പിടിപെട്ടതെന്ന്? സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ക്യാൻസർ രോഗികളെ ശുശ്രൂഷിച്ചു. തെരുവീതികളിലും വഴിയോരങ്ങളിലും പുഴുവരിച്ചെടുക്കുന്ന കുഷ്ഠരോഗികളെ ജാതിയോ മതമോ നോക്കാതെ അവരുടെ മുറിവുകളിൽ സ്നേഹത്തിന്റെ തൈലം പുരട്ടി അവരെ മാറോട് ചേർത്ത് പ്രാണനാഥനായ ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകിയ സിസ്റ്റർ റീത്തയുടെ പുണ്യമായ ജീവിതം. ആ സിസ്റ്റർ മരിച്ചു പോയിട്ട് കാലം കുറെ ആയതിനോട് പിന്നെ എന്തിനാ നീ ഇപ്പോഴും അവരെ കുറിച്ച് പറയുന്നത്? എടാ, ആദ്യമായിട്ടാണ് മാറാരോഗത്തിനെ പോലും തോൽപ്പിക്കാൻ സാധിക്കാത്ത സിസ്റ്ററിന്റെ ആ സഹന ജീവിതവും വേദനയിൽ പുഞ്ചിരിക്കുന്ന ആ മുഖവും എനിക്ക് വളരെ പ്രചോദനമായി. ജിൻസി, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കുന്നു. ജോജി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് സിസ്റ്റർ റീത്തയുടെ പോലുള്ള ജീവിതമാണ്. അതിന് നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. നീ പറയുന്നത് കേട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. നീ എന്താ സീരിയസ് ആണ്? അതേ ജോലി, എനിക്കും സിസ്റ്റർ റീത്തയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവിതം നൽകണം. വേദനിക്കുന്നവരെ ചേർത്ത് നിർത്താനും പാവപ്പെട്ടവരോട് അനുകമ്പ കാണിക്കാനും ഞാനും ആഗ്രഹിക്കുന്നു. എന്റെ മരണം വരെ എപ്പോഴും ഹൃദയം തുറന്ന് ചിരിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്ന് നിത്യതയിൽ എത്തിച്ചേരണം. ജിൻസി, എനിക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച്. എന്നാൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. സാരമില്ലടാ, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ജീവിതമാണ് നീ ആഗ്രഹിക്കുന്നത്. നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ജിൻസി, നീ ആഗ്രഹിക്കുന്ന ജീവിതം ഇതാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. എന്റെ പപ്പയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോകും. Thank you, ജോജി. നീ എന്നെ മനസ്സിലാക്കിയല്ലോ. Thank you so much. ജിൻസി, എടീ ജിൻസി, എന്ത് പറ്റി? മോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങിയാണ്. നിന്റെ പുന്നാരങ്ങളെ വിളിയടി. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഈ പുലിക്കാട്ടിൽ അവർ അച്ഛൻ ഇന്ന് വരെ ആരുടെ മുമ്പിലും കുനിഞ്ഞിട്ടില്ല. ചായ എന്ത് പറ്റിയെന്ന് പറ. മോൾ എന്താ ചെയ്തേ? നിന്റെ മോള് ചെയ്തെന്ന് പറ. എന്താ മോൾ എടീ, ചെയ്തത്? അവൾക്ക് കന്യാസ്ത്രീ ആവണമെന്ന് അവൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വളർന്നു. ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ച കല്യാണം അവൾ മുടക്കി. അവൾക്ക് സന്യസിക്കാൻ പോകണമെന്ന് എന്റെ പേരിനും പ്രശസ്തിക്കും ഒരു വിലയുമില്ലാതെ. ഈ വളർത്തിയതിന്റെ കുറ്റമാണിതൊക്കെ. ചായ അവളെ ഇഷ്ടത്തിന് അത് വലിയ കാര്യമാണോ? നല്ല കാര്യമല്ലേ അതൊക്കെ? എന്റെ എല്ലാ പ്രതീക്ഷകളും ആണ് അവൾ തകർത്തു. ഉറക്കമാണ്. ലീഡേ അവളെ കുഞ്ഞു ഉറങ്ങുക, ഇപ്പൊ വരും. എടീ, ഈ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വളർന്നു അല്ലേ? ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കല്യാണം ഇവൾ മുടക്കി. എന്റെ പേരിനും പ്രശസ്തിക്കും ഒരു വിലയുമില്ലാതെ. പപ്പ, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പക്വതയും പ്രായവും എനിക്കുണ്ട്. ജീവിക്കുന്ന ഞാനാണ്. തീരുമാനം എന്റേത് മാത്രമായിരിക്കും. മോളെ, പപ്പായോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ശാന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. എടേ, ഈ അവറാച്ചന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം തീരുമാനിച്ച പോലെ നടക്കും. അത് ഞാൻ നടത്തിക്കും. പപ്പയ്ക്ക് ജീവിതത്തിന്റെ അളവ് പോൽ മാത്രമാണ് ഈ പണവും പ്രശസ്തിയും ആഡംബരങ്ങളും. എന്നാൽ ലോകത്ത് പണം കൊണ്ട് ലഭിക്കാത്ത ഒന്നാണ് സ്നേഹബന്ധങ്ങൾ. പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖങ്ങളിലും ഒരു മാറോട് ചേർക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി അത് ലോകത്തിൽ മറ്റെന്തിനേക്കാൾ ആനന്ദകരമാണ്.
ജീവിതമാണ് സന്യാസ ജീവിതം. ഏയ്, നിന്നെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിനും അനാഥാലയത്തിനും കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല. ഭാവനഷ്ട കണക്കുകൾ നോക്കി ജീവിതം കാണുന്ന പപ്പയ്ക്ക് മറ്റുള്ളവരുടെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചായ, എനിക്കെല്ലാം മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. നമ്മുടെ മോള് തിരഞ്ഞെടുത്ത സന്യസ്ത ജീവിതത്തിന്റെ മഹത്വം അത്ര വലുതാണ്. മോളെ, നിന്നെ ദൈവം വിളിച്ചതാണെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ജയ, മോളെ മോളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അവറാച്ചോ. ജിൻസിമോളുടെ ആഗ്രഹം പറഞ്ഞു വന്നതാ ഞങ്ങൾ. ഓഹോ, അപ്പോൾ എല്ലാവരും കൂടി ഈ അവറാച്ചനെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയായിരിക്കും അല്ലേ? അവറാച്ചോ, ജയത്തിന്റെയും പരാജയത്തിന്റെയും കണക്ക് വരേണ്ട സമയമല്ലേ? ജിൻസിമോൾ ഒരു നല്ല ജീവൻ തരത്തിന്റെ സന്തോഷ നിമിഷമല്ലേ? ഈ ഒരു സമയത്ത് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നാൽ പുലിക്കാട്ടിൽ അവറാച്ചൻ ഒരു തീരുമാനം എടുക്കാൻ, ഇന്നു മുതൽ ഇങ്ങനൊരു മകളില്ല, എനിക്ക് മരിച്ചു പോയി ഞാൻ കരുതിക്കോളാം. കൊണ്ടുപോ, എങ്ങോട്ടാന്ന് വെച്ചാ. റെഡിയായില്ലേ? ഇന്ന് നമ്മുടെ ജിൻസിമോളുടെ സഭാവസ്ത്ര ശ്രീകരണ ദിവസമാണ്. ഒരിക്കൽ കൂടി ഞാൻ വിളിക്കുക. എല്ലാം മറന്നും ക്ഷമിച്ചും നമുക്ക് മോളുടെ സന്തോഷത്തിൽ പങ്കുചേരാം. നിനക്കിതുവരെ ഈ അവറാച്ചനെ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. നിനക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്. പോയ വഴിയെ പൊക്കോണം. മോനെ, ഒരുക്കങ്ങളൊക്കെ എവിടെയാ മമ്മി? പപ്പ ഇതുവരെ റെഡിയായില്ലേ? ഇല്ല മോനെ, പപ്പ വരുന്നില്ല. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കിയെന്നറിയാവോ? ഒരു മാറ്റവും ഇല്ല. വരുന്നില്ലെന്ന് പറഞ്ഞ് അകത്തിരിപ്പുണ്ട്. ദേഷ്യത്തിന് ഒരു കുറവുമില്ല. കുട്ടപ്പായി, കുട്ടപ്പായി, നീ സാധനങ്ങളൊക്കെ ഉണ്ട് അകത്ത് വയ്ക്കും. ശരി. പിന്നെ നിനക്ക് സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മുതലാളി ഇപ്പോൾ വലിയ വിഷമത്തിലാണ്. റൂമിൽ ഒരൊറ്റ ഇരിപ്പാ, ആരോടും ഒന്നും മിണ്ടാറില്ല. ആളുകൾ ശാന്തരായി. എല്ലാത്തിനും കാരണം
അഹങ്കാരം നിറഞ്ഞ പപ്പയുടെ സ്വാർത്ഥ മുഖങ്ങളാണ്. ജിൻസി സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്തു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പപ്പയുടെ സ്വഭാവമാണെങ്കിൽ ഇങ്ങനെ അയച്ചു. ജോസ്മോനെ, നീ എപ്പോ വന്നു? പപ്പ ഇതൊരു റെഡിയായില്ലേ? നമ്മളെ കാണാഞ്ഞിട്ട് ജിൻസിമോൾ ആകെ വിഷമിക്കുന്നുണ്ടാവും. ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി. പപ്പയൊന്ന് വേഗം റെഡിയാകുക. എടാ മോനെ, നിന്നെ പഠിപ്പിച്ച് വക്കീലാക്കിയത് ഈ അവറാച്ചനാണെന്ന് നീ മറന്നുപോയല്ലേ? നീ ഇതുവരെയും നിന്റെ പപ്പയെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഏതായാലും അവസാനമായി നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ പപ്പ? പറയൂ. എന്റെ ജിൻസിമോളെ തട്ടിക്കൊണ്ടുപോയ ആ അച്ഛനും കന്യാസ്ത്രീക്കുമെതിരെ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യണം. പപ്പ, ജിൻസിമോളെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. അവൾ സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുത്താണ്. അവളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്റെ എല്ലാ സ്വപ്നങ്ങളും അവൾ തകർത്തു. അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് വലിയ പ്രതീക്ഷകളോടെ ആയിരുന്നു. ഒരു വലിയ ആശുപത്രി പണിത് പേരും പ്രശസ്തിയുമുള്ള ഒരു ഡോക്ടറായി ഈ നാട് മുഴുവൻ അറിയപ്പെടാനാണ് ഈ അവറാച്ചൻ ആഗ്രഹിച്ചത്. പപ്പ അറിയാതെ പോയ പല കാര്യങ്ങളും അവൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവൾക്ക് കിട്ടിയത് ഹോസ്പിറ്റലിൽ അവൾ ചികിത്സിച്ചിരുന്ന സിസ്റ്റർ റീത്തയുടെ ജീവിതത്തിൽ നിന്നാണ്. വേദനിക്കുന്നവരെയും രോഗികളെയും ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് ഒടുവിൽ അതേ രോഗം പിടിച്ചു മരിച്ച സിസ്റ്റർ റീത്തയുടെ വിശുദ്ധമായ സന്യാസ ജീവിതം. ഈ അവറാച്ചന്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ ജിൻസിമോൾ തിരിച്ചു വരും. ഇല്ല പപ്പ, ജിൻസിമോൾ തിരിച്ചു വരില്ല. അവൾ തിരഞ്ഞെടുത്ത ഈ ജീവിതം എല്ലാവർക്കും സാധിക്കുന്നതല്ല. പാവപ്പെട്ടവരോടും സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരോടും സ്നേഹവും അനുകമ്പയും നൽകി തെരുവീതികളിലും വഴിയോരങ്ങളിലും വിഷം നലയുന്നവർക്ക് ആഹാരമായും അവൾ ചെയ്യുന്ന സേവനം എല്ലാവർക്കും മാതൃകാപരവും പ്രശംസനീയവുമാണ്. എല്ലാം മറന്നും ക്ഷമിച്ചു പോയാ നമുക്ക് പോവാം. ഇച്ചായനെ കാണുമ്പോ മോക്ക് എന്ത് സന്തോഷമായിരിക്കും. പപ്പ, നമ്മുടെ ജിൻസിമോൾ തിരഞ്ഞെടുത്ത വിശുദ്ധമായ ജീവിതത്തിൽ നമുക്ക് അഭിമാനിക്കാം. ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് അവളുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ഇല്ല, എനിക്കതിന് സാധിക്കില്ല. ഈ പുലിക്കാട്ടിൽ അവറാച്ചൻ ഇന്നുവരെ ജീവിതത്തിൽ ഒരാളുടെ മുമ്പിലും തോറ്റു കൊടുത്തിട്ടില്ല. ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുണ്ടാക്കി ഈ പേരും പ്രശസ്തിയും പണവും കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മനസ്സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ ഇനിയും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. മനുഷ്യ ജീവിതം ധന്യമാവുന്നത് പണവും സമ്പത്തും കൊണ്ടല്ല, സഹജീവികളുള്ള സ്നേഹവും അനുകമ്പയും കൊണ്ടാണ്. ഈ അവറാച്ചന് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. പുകഞ്ഞ കൊള്ളി പുറത്ത്. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ജീവിതമാകും തെരുവഴിയിൽ പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ, ഓർക്കുക നീ ലോകസുഖം വ്യർത്ഥമല്ലോ, മായയല്ലോ. എങ്ങനെയുണ്ട് പപ്പ ഇപ്പോ?
മോനെ, ഈ അവറാച്ചന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും മോനെ. ചേച്ചി ഡോക്ടർ എന്ത് പറഞ്ഞു? അളിയ അളിയ വിഷമിക്കണ്ട അളിയ, എല്ലാം ശരിയാണ്. അളിയൻ കുറച്ചു നാളത്തേക്ക് ഒന്ന് വിശ്രമിക്കും. എടാ ജോണിക്കുട്ടി, നീ എന്നോട് ക്ഷമിക്കണം. പണത്തിന്റെയും അധികാരത്തിന്റെയും സ്വാർത്ഥത എന്നെ അന്തരാക്കി. രക്തബന്ധങ്ങൾ പോലും ഞാൻ മറന്നു. അത് സാരമില്ല അളിയ, രക്തബന്ധങ്ങളെ മനുഷ്യനെ വേർതിരിക്കാൻ പറ്റുമോ? എല്ലാവരും ഉണ്ടല്ലോ. അച്ഛോ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ജീവിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യനാണ് ഞാൻ. പേരും പ്രശസ്തിയും സമ്പത്തുമെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതാണ് മനസ്സിലായി അച്ഛോ. മറ്റുള്ളവരുടെ വേദനയും വിഷമങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഭാവിയാണ് അച്ഛോ ഞാൻ. ഈ ഒരു തിരിച്ചറിവ് അവറാച്ചനെ ഒരു പുതിയ മനുഷ്യനാക്കിയിരിക്കുകയാണ്. ദൈവം തന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു അടയാളമാണ് ഈ രണ്ടാം ജന്മം. ഇനി ഒരു പുതിയ മനുഷ്യനായി സമൂഹത്തിന് നന്മ ചെയ്ത് ജീവിക്കൂ. ജോസ് മോനെ, എന്റെ ജീവൻ രക്ഷിച്ച ആ ഡോക്ടറെ എനിക്കൊന്ന് കാണണം. പപ്പ, ഞാൻ ഡോക്ടറെ ഒക്കെ വിളിച്ചുകൊണ്ട് വരാം. എങ്ങനെയുണ്ട് അപ്പച്ച? ഇനിയൊരു കുഴപ്പമില്ല, എല്ലാം ശരി. ഡോക്ടർ, എന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ കൈകളിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. അപ്പച്ച, അപ്പച്ചന്റെ ജീവൻ രക്ഷിച്ച ഡോക്ടർ ഞാനല്ല. പിഴവുകളൊന്നും സംഭവിക്കാത്ത ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു ഡോക്ടറുണ്ട്. അവരുടെ കൈകളാണ് അപ്പച്ചൻ ചുംബിക്കേണ്ടത്. ഞാൻ ആ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ, ഡോക്ടർ, പ്ലീസ് കം. ഈ സിസ്റ്ററാണ് അപ്പച്ചന്റെ ജീവൻ രക്ഷിച്ച ആ ഡോക്ടർ. ഈ പപ്പയോട് ക്ഷമിക്ക് മോളെ. ഈ കൈകളിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. വളരെയധികം ആഗ്രഹിച്ചിരുന്നു. സമർപ്പണത്തിന്റെയും വിശുദ്ധിയുടെയും അടയാളമായ ഈ സഭാവസ്ത്രം ധരിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്ന്. ദൈവം അതിനായി ഒരുക്കിയത് ഈ ആശുപത്രിയാണ്. അമ്മയെ സുഖപ്പെടുത്തുവാൻ ദൈവം എന്നെ ഉപകരണമാക്കി. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മോനെ, പപ്പയോട് ക്ഷമിച്ച് മാപ്പ് തരണം. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി സ്വന്തം മക്കളെ പോലും ലാഭനഷ്ട കണക്കുകൾ പറഞ്ഞ് ജീവിക്കാൻ വിട്ടുകൊടുത്ത ഒരു പാപിയാണ് ഞാൻ. എന്റെ കർത്താവ് എന്നോട് അതൊന്നും സാരമില്ല പപ്പ. എനിക്ക് നേരത്തെ ദൈവവിളി കിട്ടി. വൈകിയാണെങ്കിലും പപ്പയ്ക്ക് ഇപ്പോൾ ആ തിരിച്ചറിവ് വന്നല്ലോ. പപ്പ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അത് വിജയത്തിലെത്തിക്കുന്നത് കർത്താവാണ്. സത്യമല്ലേ? പണവും പ്രതാപവും വർദ്ധിക്കുമ്പോൾ അകറ്റപ്പെടുത്തുന്ന സ്നേഹബന്ധങ്ങൾ, തളരുമ്പോൾ താങ്ങാകുവാൻ അവർ വീണ്ടും ഒന്നിക്കുന്നു. സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഈ ജന്മത്തിൽ മാത്രമേ സാധിക്കൂ. ഈ തിരിച്ചറിവിന്റെ പേരാണ് ജീവിതം.